I see a hero in you. I see my hero in you. I see a hero in you. You're my hero. Yeah, yeah, yeah. നീലാ നീലാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, ഒളിയമ്പിനെയ്യരുതേ ഇനി എൻ്റെ സുന്ദരി. നീലാ നീലാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, നീലാ നീലാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, ഒളിയമ്പിനെയ്യരുതേ ഇനി എൻ്റെ സുന്ദരി. I see a hero in you. I see my hero in you. I see a hero in you. You're my hero. Yeah, yeah, yeah. കണ്ണാടിക്കടമിഴി മുന്നിൽ പൊന്നണിഞ്ഞ തിരിനീയോ, മായല്ലേ മായല്ലേ, കളിവാക്കിൻ മുനയുടെ നാവിൽ മുള്ളു തന്നെ എന്നാലും തേനായി നീ തേനായി നീ, പറയില്ലേ എൻ്റെ കാതിൽ പതിയെ നീ, ഞാനല്ലേ ഞാനല്ലേ നിന്മാരൻ നറുനീലാ നീലാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, ഒളിയമ്പിനെയ്യരുതേ ഇനി എൻ്റെ ജന്മസഖിയേ. ആത്മാവിൻ തളികയിലെന്നും നല്ല പാതി മലരാവാൻ വന്നു നീ വന്നു നീ, മഴമേഘത്തലമുടിയോടെ എന്നെയൊന്ന് പുണരാനായി നിന്നു നീ നിന്നു നീ, നിറമാടും അറിവില്ലേ അരികിലായി, നീയല്ലേ നീയല്ലേ മായാതെ ഇളനീലാ നീലാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, നീളാ നീളാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, ഒളിയമ്പിനെയ്യരുതേ ഇനി എൻ്റെ ജന്മ സഖിയേ. I see my hero in you. I see a you're my hero. Yeah, yeah. I see a Hey!
Nice, nice, Nice. very good, very good. ഗോവിന്ദ്, പറു. ഓ എന്ത് റൊമാൻറ്റിക് പെർഫോമൻസ് ആയിരുന്നു ഗോവിന്ദേ. താങ്ക് യു. സൂപ്പർ. ആ ബലൂണൊക്കെ ഇങ്ങനെ വീണതും പിന്നെന്താ ഹൃദയം പൊട്ടിയെങ്കിലും എന്താ ഞങ്ങൾ അവിടുന്ന് ഹൃദയം പൊക്കിയില്ലേ? അതെ അതെ. ഹാപ്പി അല്ലേ നീ? പിന്നെ അത് മതി. ചോദിക്കാം ചോദിക്കാം. ചേച്ചി. ഗോവിന്ദ് ചേച്ചി. കാസനോവ. എന്ത് രസമായിരുന്നു കാണാന്നറിയോ? മൊത്തം സെറ്റും ആ ബീച്ച് സൈഡിൽ ഇരുന്ന് പാടിയതും ആ ആർട്ട് ചെയ്തതും എല്ലാം ഫാന്റാസ്റ്റിക്. ആ ബലൂൺസ് അതിന്റെ ഇടയിൽ വന്ന് വീണതും ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടുത്തെ ഗ്രാഫിക്സുകാരും ആർട്ടുകാരൊക്കെ കൂടി മഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഭയങ്കര റൊമാൻസ് ക്രിയേറ്റ് ചെയ്ത് ബലൂൺസ് ഒക്കെ ഇട്ട് ഫാന്റാസ്റ്റിക് ആക്കി. നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാൻ. അതെ, അറിയാം, സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്യാൻ അറിയാലോ അല്ലേ? അതിനൊരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. ഇല്ല ഇല്ല, അവന് നാണം വരുന്നു ചേച്ചി. അതെന്താ? ഇല്ല ഒന്നുമില്ല. എന്തിനാ നാണിക്കുന്നേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ആണോ? നല്ല സ്റ്റൈല് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഇനി ആർക്കെങ്കിലും കത്ത് കൊടുക്കണ്ടോ? ഇല്ല, നിർത്തി. നിർത്തിയോ? ഗുരുവായൂർ അമ്പല നട കേട്ടപ്പോ മുതല് കത്തില്ല, വാട്സാപ്പ്. എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞു കേട്ടോ, ഒരാൾക്ക് കൊടുക്കണം. ആണോ? ആണോ? ഗോവിന്ദോ? ഗുരുവായൂർ അമ്പല നടയിൽ അല്ല അതല്ലായിരിക്കും. ഇവിടെ ഓ, ഇവിടെ കണ്ടസ്റ്റന്റ് ആണോ ചേട്ടാ? നോ, പറയില്ല. പറയൂ സർ. വേണ്ട സാർ. അതെന്താടാ? അറിയണ്ടേ? രഹസ്യമായിട്ടിരിക്കട്ടെ. ഓ, എന്നാലും ഞാൻ പറയും, എനിക്ക് ഇരിക്കത്തില്ല മനസ്സിൽ. ആ സർ പറ. എനിക്ക് ഇങ്ങനെ ഓ മൈ ഗോഡ്, പറയണം. I hate that sound. അകത്ത് രഹസ്യം വെച്ച ഇക്കിള് വരും. മഞ്ചരി തന്നെ. You wasted your time. അണ്ണാച്ചിക്ക് അറിയാം. പിന്നെ എനിക്ക് ഈ പാട്ട് ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് മെലഡിയാണ്. അത് സെലക്ഷന് വലിയൊരു കയ്യടി. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. മോനെ ഡീറ്റെയിൽസ് പറയൂ പാട്ടിന്റെ. മൂവി ടൂർണമെന്റ്. യെസ്. ലിറിക്സ് വയലാർ ശരത്ചന്ദ്രവർമ്മ സാറ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവ് സാറ്, പാടിയിരിക്കുന്നത് കാർത്തിക് സാർ, അതുപോലെ വെസ്റ്റേൺ പോർഷൻ പാടിയിരിക്കുന്നത് മേഘ എന്ന് പറഞ്ഞ സിംഗർ. എന്തായാലും പാട്ട് മനോഹരമായിട്ടുള്ള ഒരു ഫീലില് പാടാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയില്ല, ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഗോവിന്ദന്റെ വോയിസ് വളരെ ഒരു ഉള്ളിൽ തുളുമ്പുന്ന പ്രണയം ആ വോയിസിലുണ്ട്. കുറച്ചുകൂടി നമുക്കത് പുറത്ത് കൊണ്ടുവരാം. ഓക്കെ, നന്നായി പാടി, നല്ല കൈഡി കൊടുക്കൂ. താങ്ക് യു ചേച്ചി. ശരത് സർ. എടാ ചക്കര, തുടക്കം മുതൽ കാര്യം ഇതൊക്കെ ഈ നില ഒക്കെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം നീ ഇനി എന്നെ വിളിച്ച് രാത്രി വന്ന് 1 കോടി രൂപ തന്നാലും കിട്ടത്തില്ല. അത് ചേരുമ്പോൾ ഉള്ള ഒരു സുഖം ഒരിക്കലും കിട്ടത്തില്ല. അതായിരുന്നു മിസ്സായത്. ശ്രുതി അത് അവിടെ ഇവിടെ. പിന്നെ ആക്ടൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതൊന്നും എന്തിനാ തവളക്കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണം? നീ പൂന്തങ്ങ് വിളയാടുന്ന ഒരു ഏരിയ ആണിത്. പിന്നെ ഒരു കോറസുകാരും അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ലൊരു പാട്ട്, നല്ല രസമുള്ള ഒരു ഹൈലി റൊമാൻറ്റിക് പാട്ട് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത. പക്ഷേ ഈ ശ്രുതി എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. താങ്ക് യു. താങ്ക് യു സർ. ഇനി നമുക്ക് ടോൺ ഫാനിനോട് ചോദിച്ചു നോക്കാം. ഷാനിക. ഗോവിന്ദേ, ഷാനിക, രസമുണ്ടായിരുന്നു. താങ്ക് യു. അതായത് മൊത്തത്തിലൊരു റെഡ് മയം. പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രുതി, എസ്പെഷ്യലി ഫസ്റ്റ് ആ ഒരു ഗിറ്റാറിൻ്റെ ആ ഒരു സ്ട്രമ്മ് തൊട്ട് അതിൽ നിന്നില്ല ഗോവിന്ദൻ. പിന്നെ പോകെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ആ ഒരു എനിക്കൊന്ന് ഒരു ആക്ടിൻ്റെ ബലത്തിലായിരിക്കാം കുറച്ചുകൂടെ നമുക്കത് അപ്പീലിംഗ് ആയിട്ട് തോന്നി. പക്ഷെ കുറേ ശ്രുതി പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തു. കുറേ ഭാഗങ്ങളൊക്കെ ആ ഒരു ചാമിൽ നിന്നിട്ടുണ്ട്. ഗോവിന്ദന് ആ ഒരു ചാമുണ്ട്. അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് സോങ് പുൾ ഓഫ് ചെയ്യാനുള്ള ഒരു ചാമുണ്ട്. ശ്രുതി മാത്രം ഒന്ന് ശ്രദ്ധിക്കാം നെക്സ്റ്റ് ടൈം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. എം ജി സർ. മക്കളെ, ഇത്രയും നേരം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ശ്രുതി. അതാണ് ബേസ്. ഞാൻ വന്നപ്പോൾ തൊട്ട് പറയുന്ന ഒരു കാര്യമാണ് ശ്രുതി. ഈ പാട്ട് വലിയ ഇഷ്ടമാണ്. ദീപക് ദേവിൻ്റെ ഈ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ പ്രേമം മനസ്സിലില്ലാത്തവർക്ക് പോലും കുത്തിക്കയറ്റുന്നൊരു പാട്ടാണ്. എങ്ങനെങ്കിലും സ്നേഹിപ്പിക്കുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്.
ഇത് നല്ല നിലാവുള്ള രാത്രിയിലൊക്കെ ഇങ്ങനെ നമ്മൾ കടപ്പുറത്തൊക്കെ കിടന്ന് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നല്ലതായിരിക്കും, അടിപൊളി. അത് അത്രയും കേട്ടാ മതി. ഈ ലൈൻ എന്തുവാ പാടിയത്? മഴമേലെ ആത്മാവിൻ തളികയിലെന്നും നല്ല പാതി മലരാവാൻ വന്നു നീ മഴമേഘത്തലമുടിയോടെ എന്നെയൊന്ന് പുണരാനാ. അവിടെ ഞാൻ കേൾക്കുന്നത് നന്നായിട്ട് പാടി മഴമേഘ തലമുടി മേലെ എണ്ണയൊന്നാ കേൾക്കുന്നത്. എന്നെ തലമുടിയിൽ എണ്ണ തേക്കാനോ? അപ്പൊ ഞാൻ രണ്ടു പ്രാവശ്യം വിചാരിച്ചു, തലമുടിയാകുമ്പോ പിന്നെ എണ്ണ എണ്ണയൊക്കെ കുറച്ച് ഇനി നമ്മുടെ ശരത്ത്, ഈ ശരത്തല്ല വയലാർ ശരത്ത് എഴുതിയത് ഇനി ശരിയായിരിക്കും. മഴ തലമുടി മേലെ എണ്ണയൊന്ന് തേച്ചിട്ട് പുണരുമ്പോ നല്ല സുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അല്ല, ഇതിന്റെ ഒക്കെ ഉത്തരം ഇപ്പൊ പാറു പറയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ അവള് പറഞ്ഞിട്ട് മറ്റേ കുയിലും കിളിയാണല്ലോ, അതുപോലെ ഇതാ ഇത് തലമുടി മേലെ എണ്ണയാണല്ലോ. എന്നെ കേട്ടോ, എന്നെ എന്നെ ആ എന്നെ എന്നെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം മെയിനായിട്ട് ശ്രുതി. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു സർ. മാർക്സ് ചോദിക്കാം. ഓക്കെ ചേച്ചി 8.1. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ 10 മാർക്കോ? അല്ല, 10 മാർക്ക് ഒരിക്കലും തരത്തില്ല എന്നാ പറഞ്ഞത്. 8 മാർക്ക് കോങ്ങി. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക ഓക്കെ ദേ കിടക്കും. ഓക്കെ. എം ജി സർ ഞാൻ ഒരിക്കലും ഒരു പ്രേമിക്കുന്ന മനസ്സിനെ വിഷമിപ്പിക്കില്ല. കാരണം അവന്റെ രോദന അവനറിയാം. 8.5. താങ്ക് യു സർ. താങ്ക് യു സാർ. സോ ടോട്ടൽ 24.6. താങ്ക് യു. ഓക്കെ.